നമ്മളെല്ലാം പഠിച്ച സ്കൂളുകളൊക്കെ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് വളരെ പാവപ്പെട്ട സാഹചര്യത്തിലുള്ള സ്കൂളുകളാണ്. ഗവൺമെൻറ് സ്കൂളുകൾ, സ്വകാര്യ സ്കൂളുകൾ ഒക്കെ. കാരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നതിന് മുമ്പ് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്കൂൾ അന്തരീക്ഷമൊക്കെ അപ്രകാരമായിരുന്നു. കാരണം സാധാരണക്കാർ പഠിക്കുന്ന സ്കൂളുകൾ. ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് രാജസ്ഥാനിലും ഇപ്രകാരമുള്ള സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. പിന്നീട് അദ്ദേഹം വലിയ സാമ്പത്തിക ഭദ്രത കൈവരിച്ചപ്പോൾ അദ്ദേഹം ആ സ്കൂളിനോട് ഉള്ള നന്ദി സൂചകമായിട്ട് 15 കോടി രൂപ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുള്ള സ്കൂളിന് അദ്ദേഹം സംഭാവന ചെയ്തു. അതിൻ്റെ ഫോട്ടോ ആണ് നമ്മളീ കാണുന്നത്. ലോകോത്തര നിലവാരമുള്ള ഒരു സ്കൂളായിട്ടാണ് അത് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ മനസ്സുള്ള ആളുകൾ ഇന്ത്യയിൽ വളരെ കുറവാണ്. നമ്മളെല്ലാവരും സ്കൂൾ പഠിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങും. പക്ഷേ രണ്ടാമത് സ്കൂൾ പണിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ സാമ്പത്തിക ഭദ്രത വന്നാലും നമ്മളാരും ഒന്നും ചെയ്യില്ല. കാരണം നമുക്ക് അതിനോടുള്ള പ്രതിബദ്ധത അത്രയേ ഉള്ളൂ. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ആളുകളുണ്ട്. അവർ മടങ്ങി വന്നിട്ട് ആ സ്കൂൾ നന്നാകുവാൻ, ആ സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കുവാൻ മനസാക്ഷിയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്.